Hello dear friends, welcome to Physics by Grace YouTube channel. This is Dr. Saju K. John from Grace Institute of Advanced Physics. ഈ വീഡിയോയിൽ ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എക്സാമിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു 30/7/2024 കഴിഞ്ഞ 30-ന് വന്നു. ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് സെപ്റ്റംബർ 4-ാം തീയതിയാണ്. 4/9/2024 സാലറി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് 18 to 36 പറഞ്ഞിട്ടുണ്ട്. പക്ഷേ SC/ST OBC എല്ലാം അർഹമായിട്ടുള്ള ഇളവുകൾ ലഭിക്കുന്നതാണ്. ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് BSc ഡിഗ്രി ഇൻ ഫിസിക്സ് ഓർ കെമിസ്ട്രി. കെമിസ്ട്രിയിൽ അല്ലെങ്കിൽ ഫിസിക്സിൽ BSc ഡിഗ്രി വേണം. മസ്റ്റായിട്ട് വേണ്ട വേറെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് must be certified to possess the visual standards specified below without glasses. വിഷനെ പറ്റി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡിസ്റ്റൻറ്റ് വിഷൻ 6/6 നിയർ വിഷൻ 0.5 അത് മസ്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള കണ്ടീഷനാണ്. വിത്തൗട്ട് ഗ്ലാസസ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് അങ്ങനെ വിഷൻ്റെ കാര്യത്തിൽ മസ്റ്റ് ബി സർട്ടിഫൈഡ് അല്ലെങ്കിൽ മസ്റ്റ് പോസസ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. എക്സാമിൻ്റെ ഡേറ്റ് കാര്യങ്ങൾ വന്നിട്ടില്ല. മിനിമം ഒരു 6 മാസമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. എക്സാമിന് നമുക്കൊരു 6 മാസമെങ്കിലും പ്രതീക്ഷിക്കാവുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ. 2021 ക്വസ്റ്റ്യൻ പേപ്പറാണിത്. 2021 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിസ് നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എക്സാമിന് ഒരു സിലബസ് വന്നിട്ടില്ല. ഓക്കെ, നമ്മൾ സാധാരണ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഡിഗ്രി ലെവൽ സിലബസ് ആണ്. ഫിസിക്സ് ഡിഗ്രി ലെവൽ ഫിസിക്സും ഡിഗ്രി ലെവൽ കെമിസ്ട്രിയാണ് അതിൽ ഉൾപ്പെടുത്താറ്. പിന്നെ കഴിഞ്ഞ എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ അതിൽ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ എക്സാമിലും ഉണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട് ഒരു 10 മാർക്കിന്. പിന്നെ IT ആൻഡ് സൈബർ ലോസ് അത് ഒരു 10 മാർക്കിന് വരുന്നുണ്ട്. അങ്ങനെ ഫിസിക്സ് 40 മാർക്ക്, കെമിസ്ട്രി 40 മാർക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ 10 മാർക്ക്, അതുപോലെ IT 10 മാർക്ക്. അങ്ങനെ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഫിസിക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫിസിക്സിലെ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത കുറച്ച് എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻസാണ്. എല്ലാ ഭാഗത്തെ പറ്റിയും ഏകദേശം ആ ഡിഗ്രി സിലബസിനെ പറ്റി നല്ല ഐഡിയ ഉണ്ടായിരിക്കണം എന്ന് മാത്രം. ഡെപ്തുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, വലിയ കാൽക്കുലേഷൻ ഒന്നുമില്ല, വളരെ ചെറിയ കാൽക്കുലേഷൻ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് നോക്കി അറിയാം. ആക്ച്വൽ വെയിറ്റ് ഓഫ് എ ബോഡി ഹാവിങ് മാസ് 10 കിലോഗ്രാം. വെയിറ്റ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ആണ്, മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ് അല്ലേ. മാസ് ഇൻറ്റു ആക്സലറേഷൻ മീൻസ് വെയിറ്റ് ആകുമ്പോൾ ഇവിടെ നമുക്ക് mg എന്നാണ് വരിക. ജസ്റ്റ് g കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 98 ന്യൂട്ടൺ എന്നാണ് വരിക. വെയിറ്റ് ഡൗൺവേർഡ് ആയതുകൊണ്ട് -98 എന്ന് പറയാം. നമുക്ക് ഡൗൺവേർഡ് ആയതുകൊണ്ട് -98 എന്ന് പറയാം. അങ്ങനെയുള്ള ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ചെറിയൊരു കാൽക്കുലേഷൻ ഉണ്ട്, അത് ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാണ്ട്. 80 വാട്ട്സ് ഔട്ട്പുട്ടും 200 വാട്ട്സ് ഇൻപുട്ടും ആണെങ്കിൽ എത്രയാണ് പെർസെൻറ്റേജ്? 80 ഡിവൈഡ് ബൈ 200 ഇൻറ്റു 100. അപ്പോൾ നിങ്ങൾക്കിതിൽ 40%. അങ്ങനെ ചെറിയ കാൽക്കുലേഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനല്ല ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് പിന്നീട് ചെയ്യാം. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ചെറിയ കാൽക്കുലേഷൻസ് ഒക്കെ വരുന്നുണ്ട്, പക്ഷേ വലിയ കാൽക്കുലേഷൻസ് ഇല്ല. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് റേഡിയോ വേവ്സ് ഇൻ ഫ്രീ സ്പേസ്? റേഡിയോ വേവ്സ് എല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ലൈറ്റിൻ്റെ അതേ സ്പീഡ് തന്നെയാണ് എല്ലാ വേവ്സിനും, എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനും ഉള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ള വലിയ ബുദ്ധിമുട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ചോദിച്ചിട്ടുള്ളത്. ഡിഫ്രാക്ഷൻ, ക്രിസ്റ്റലിൻ്റെ ഡിഫ്രാക്ഷൻ്റെ ഏത് റേസ് ആണ് ഉപയോഗിക്കുക? എക്സ് റേസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ ഫിസിക്സിൽ ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ ഡിഗ്രി ലെവൽ പല ഭാഗത്തുനിന്ന് കാണാം, ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഇവിടെ 40 ക്വസ്റ്റ്യൻ വരെ ഫിസിക്സ് ആണ്. അതിനുശേഷം 41 തൊട്ട് കെമിസ്ട്രി പാർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. കെമിസ്ട്രി പാർട്ടാണ്. നമുക്ക് സിലബസിനെ പറ്റി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി സ്റ്റഡി ചെയ്യാന്നുള്ള ഇപ്പോഴത്തെ ലെവലിൽ. ഇനി കലണ്ടറൊക്കെ വരുന്നൊരു സമയത്ത് സിലബസിനെ പറ്റി ചിലപ്പോൾ പറഞ്ഞേക്കാം, ചിലപ്പോൾ പറഞ്ഞില്ല എന്ന് വരും. ഓക്കെ, ഇപ്പോൾ 80 വരെ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണ്, 41 തൊട്ട് 80 വരെ. പിന്നെ ഇവിടെ വരുന്നത് കമ്പ്യൂട്ടർ ആണ്, IT എന്ന് പറയാം.
മനസ്സിലായി. കമ്പ്യൂട്ടറും IT ഒക്കെ വരുന്ന ഈ പാർട്ടാണ് 81 മുതൽ വരുന്ന ക്വസ്റ്റ്യൻസ്. 81 മുതൽ IT ആക്ടിനെ പറ്റിയൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ IT ആൻഡ് സൈബർ ക്രൈം ആ പാർട്ടിൽ വരുന്നതാണ്. 10 ക്വസ്റ്റ്യൻസ് 90 വരെയുള്ള ക്വസ്റ്റ്യൻസ് അതാണ്. അതിനുശേഷം 91 തൊട്ട് കോൺസ്റ്റിറ്റ്യൂഷനാണ്. 91 തൊട്ട് 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ ചോദിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. 40 മാർക്ക് ഫിസിക്സ്, 40 മാർക്ക് കെമിസ്ട്രി, പ്ലസ് 10 മാർക്ക് IT, 10 മാർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി ഇതിൽ 2014 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അവിടെ കുറച്ച് കേരള റിനീസൻസിൻ്റെ കുറേ ക്വസ്റ്റ്യൻസും കേരള റിനീസൻസിന് റിലേറ്റഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. നാഷണൽ ആയിട്ടുള്ള ജനറൽ നോളജ് പാർട്ടുകളൊക്കെ ചിലത് ചോദിച്ചു കാണുന്നുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതൊന്നും കാര്യമായിട്ടില്ല. ജനറൽ നോളജിൻ്റെ ക്വസ്റ്റ്യൻസ് കാണുന്നില്ല. ഓക്കെ, ഈ തരം ക്വസ്റ്റ്യൻസ് ഒന്നും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലില്ല. അത് PSC എടുത്തൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, IT കാര്യങ്ങൾ വേണം, പക്ഷെ അതേസമയം തന്നെ കേരള റിനീസൻസോ അങ്ങനെയുള്ള ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് വേണ്ട എന്ന് തീരുമാനിച്ചതിൻ്റെ പ്രകാരമായിരിക്കാം നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ മാറ്റം വന്നിട്ടുള്ളത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 20 വരെ നിങ്ങൾക്ക് അങ്ങനെ കാണാം. 20 തൊട്ട് 2014 ക്വസ്റ്റ്യൻ പേപ്പറാണ്. 21 തൊട്ട് കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണ്. 40 മാർക്കിൻ്റെ കെമിസ്ട്രിയാണ്. 60 വരെയുള്ള ക്വസ്റ്റ്യൻസ് കെമിസ്ട്രിയാണ്. അതിനുശേഷം ഫിസിക്സ് 61 തൊട്ട് 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഫിസിക്സ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, പല ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ചില കാൽക്കുലേഷൻസ് ഒക്കെ ചോദിച്ചത് കാണാൻ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചോദിച്ചത് കാണാൻ പറ്റും. പല ഭാഗത്തുനിന്ന് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസിൻ്റെ പല ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗം കവർ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫിംഗർ പ്രിൻറ്റ് സ്ട്രക്ചർ എക്സാമിന് കോച്ചിങ് കൊടുത്തിരുന്നു. ഫിസിക്സ് ബൈ ഗ്രേസ് അല്ലെങ്കിൽ ഗ്രേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോച്ചിങ് കൊടുത്തിരുന്നു. ഇപ്രാവശ്യത്തേനും കോച്ചിങ് കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ കോഴ്സ് എന്നുള്ളത്. 2 വർഷമാണ് ആ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. 2 വർഷമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ് 2 വർഷമാണ്. ഫീ വരുന്നത് 2,999 ആണ്. 2,999 ഫീ വരുന്നത്. ചെറിയ ഫീസാണ് അതിൽ നമ്മൾ ഈ കോഴ്സിനായിട്ട് വാങ്ങിക്കുന്നുള്ളൂ. ഏകദേശം 100ഓളം റെക്കോർഡ് ക്ലാസ്സുകളും 50 ലൈവ് ക്ലാസ്സുകളാണ് വരിക. ഓക്കെ, ആ ഒരു റേഷ്യോ എന്നുള്ളത് 2:1 എന്നുള്ള റേഷ്യോയിൽ 50 ലൈവ് ക്ലാസ്സുകളാണ് വരിക. ഈ ലൈവ് ക്ലാസ്സുകൾ പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇത് അഡിയബാറ്റിക് എക്സ്പാൻഷൻ റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ബോറിംഗ് ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന ഒരു സ്കീമാണ് അത്. ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അഡിയബാറ്റിക് എക്സ്പാൻഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിന് നമ്മൾ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ അഡിയബാറ്റിക് എക്സ്പാൻഷൻ മാത്രമല്ല, അഡിയബാറ്റിക് എക്സ്പാൻഷൻ എന്താണ്, അഡിയബാറ്റിക് കംപ്രഷൻ എന്താണ്, ഐസോതെർമൽ എക്സ്പാൻഷൻ എന്താണ്, ഐസോതെർമൽ കംപ്രഷൻ, അങ്ങനെ ആ പ്രോസസ്സുകൾ കൂടെയല്ല. തെർമോഡൈനാമിക് പ്രോസസ്സ് ആണല്ലോ അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയുമ്പോൾ. അങ്ങനെയുള്ള പ്രോസസ്സ് കൂടെയൊക്കെ കടന്നു പോവുക. അവിടുത്തെ അതുപോലെ തെർമോഡൈനാമിക്സിനെ പറ്റി പരമാവധി സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ ഹീറ്റിനെ റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്യുക. ഇപ്പോൾ ഫെർമി എനർജി, അപ്പോൾ ഇവിടെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസൊക്കെ കവർ ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ മൾട്ടി വൈബ്രേറ്ററിനെ പറ്റി ചോദിക്കുന്നുണ്ട്. മൾട്ടി വൈബ്രേറ്റർ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ആപ്ലിക്കേഷനായിട്ട് മൾട്ടി വൈബ്രേറ്റർ. അപ്പോൾ അത് ട്രാൻസിസ്റ്റർ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് കാര്യങ്ങൾ, ഓസിലേറ്റർ, മൾട്ടി വൈബ്രേറ്റർ, അത് തന്നെ മോണോസ്റ്റേബിൾ ഉണ്ട്, ബൈസ്റ്റേബിൾ ഉണ്ട്, അസ്റ്റേബിൾ ഉണ്ട്. അതിൻ്റെയൊക്കെ ഔട്ട്പുട്ട് ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യുന്ന ആരാണ്? അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററാണ് സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ അസ്റ്റേബിൾ മാത്രമല്ല, ഇത് പഠിക്കുമ്പോൾ നമ്മൾ മോണോസ്റ്റേബിളും ബൈസ്റ്റേബിളും അങ്ങനെ എല്ലാ മൾട്ടി വൈബ്രേറ്റേഴ്സിനെ കുറിച്ച് പഠിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ലേസറിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ പൊതുവിൽ ലേസറിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസിനെ പറ്റിയെല്ലാം പരമാവധി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. അങ്ങനെയാണ് ലൈവ് ക്ലാസ്സുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ലൈവ് ക്ലാസ്സിൻ്റെ പ്രൊസീജിയർ. കോഴ്സ് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് എൻ്റെ നമ്പർ നിങ്ങൾക്കിതിൽ സ്ക്രോളായിട്ട് കാണുന്നുണ്ടാവും. നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ് ആയിട്ടാണ് പോകുന്നത്. ഒരു 6 മാസം കൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ ഒരു ആഴ്ചയിൽ ഒരു
5 അവേഴ്സ് ലെക്ചേഴ്സ് നിങ്ങൾ കാണുക, അല്ലെങ്കിൽ 6 അവേഴ്സ് എന്ന് പറഞ്ഞാൽ 6 ലെക്ചർ ക്ലാസ്സുകൾ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലൈവ് അടക്കം 6 അവേഴ്സ് നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഒരു മാസത്തിൽ നിങ്ങൾക്ക് 24 ക്ലാസ്സുകളും ഒരു 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു 150ഓളം ക്ലാസ്സുകളും കവർ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം ഒരു 100 റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, ഒരു 50 ലൈവ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ടോട്ടലി ഒരു 150 ക്ലാസ് നിങ്ങൾക്ക് ഒരു 6 മാസം ടൈം കിട്ടുന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് നമ്മൾ പറയുന്നത്. എന്തായാലും തീർച്ചയായിട്ടും 6 മാസം ടൈം നിങ്ങൾക്ക് എക്സാമിന് കിട്ടേണ്ടതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എൻ്റെ നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും, ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോയിലായിട്ട് പറയാം, വേറെ വീഡിയോകളിലായിട്ട് പറയാം. താങ്ക്